ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞാണ് പറഞ്ഞത് ഗിയർ ഓയിൽ ലീക്ക് ഉണ്ട്, അപ്പോൾ അതൊന്ന് ഓയിൽ സീൽ മാറ്റണം, ഓയിൽ ചേഞ്ച് ചെയ്യണം. അത് ഓൾറെഡി കസ്റ്റമർ മേടിച്ചു തന്നുണ്ട്. പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് എടുത്തതിൻ്റെ ഫ്രണ്ട് സൗണ്ട്, ഫ്രണ്ട് ടയർ ടൈറ്റ്, മൈലേജ് ചെക്കപ്പ്, ബാക്ക് റിമ്മ് ചെറിയൊരു ബെൻഡ് ഉണ്ട് റൈറ്റ് സൈഡിൽ, അപ്പോൾ ഒന്ന് അഴിച്ചു നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബെൽറ്റ് ചെക്കപ്പ്, അതേപോലെ എയർ ഫിൽറ്റർ ചെക്കപ്പ്, ജനറൽ സർവീസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് അവർക്ക് കേട്ടോ. ഇപ്പോൾ നിലവിൽ വണ്ടി ഓടിയേക്കണത് 32,558 കിലോമീറ്ററിലാണ് ഇപ്പോൾ നമ്മൾ വർക്കിന് കയറ്റിയേക്കണത്. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ട് നമുക്ക് ഫ്രണ്ട് സൗണ്ട് എന്താണെന്ന് ക്ലിയറായിട്ട് മനസ്സിലായിട്ടില്ല. കാരണം നമുക്കങ്ങനെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന സൗണ്ടൊന്നും തോന്നി, ചെറിയ ജർക്കിങ് സൗണ്ടൊക്കെ ഉണ്ട്, അതല്ലാതെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന ഒരു സൗണ്ടൊന്നും ഫീൽ ചെയ്തില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ ലീക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അതും പ്രകാരം അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഴിച്ച് മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ഗിയറിൻ്റെ ഓയിൽ സീൽ മാത്രമല്ല, നമുക്ക് അതിൻ്റെ ബെയറിങ് കൂടി മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അഴിക്കുമ്പോൾ ഗിയർ ഓയിൽ, ഗ്യാസ്കറ്റ്, ബ്രീത്തർ പൈപ്പ് അടക്കം മാറ്റി വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി അഴിച്ചേക്കണതാണ്. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്റർ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ച് അതിൻ്റെ ബെൽറ്റൊക്കെ ചെക്ക് ചെയ്തു. ബെൽറ്റ് കമ്പനി ബെൽറ്റ് നല്ല രീതിയിൽ കിടക്കണേ, പക്ഷേ ബെൽറ്റിൻ്റെ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ ഏറെക്കുറെ അതൊരു മാറ്റേണ്ട ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബെൽറ്റ് നമുക്ക് കൈയോടെ മാറ്റണമായിരിക്കും നല്ലത്. ഞാൻ എസ്റ്റിമേറ്റിൽ അത് ബെൽറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കൂടാതെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഈ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഈ ഒരു ഓയിൽ സീൽ നമുക്ക് മാറ്റിയിടാം. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് എന്ന് പറയാനില്ല. ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്, പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ചേഞ്ച് ചെയ്തിടാം. ബാക്കിയത്തെ ക്ലച്ചൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. കൂട്ടത്തിൽ കൂടെ ബെൽറ്റും മാറ്റിയിടാം കേട്ടോ. പിന്നെ നമുക്ക് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളൊന്നും, മൈലേജിൻ്റെ പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട് എന്നതൊഴിച്ചാൽ കാർബറേറ്റർ ഭാഗത്ത് വേറൊരു കംപ്ലയിൻറ്റോ നമ്മൾ ഓടിക്കുമ്പോഴേലും വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് കാർബറേറ്റർ ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ ആക്സിലേറ്റർ കേബിളിൻ്റെ ഇതുണ്ടല്ലോ, ആക്സിലേറ്റർ കേബിൾ നമ്മളിവിടെ നോക്കുമ്പോൾ ചെറിയൊരു ഒടിവ് പോലെ ഇതിനകത്ത് കാണുന്നുണ്ട്, പക്ഷേ കേബിള് ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ കേബിൾ നമുക്ക് ഇത് തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കേബിളിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ടൈറ്റ് അങ്ങനെ ചെറിയൊരു ടൈറ്റ് ഉണ്ട്, എന്നാൽ കാര്യമായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന സ്റ്റേജിലേക്ക് ആയിട്ടില്ല. ഇതെവിടെ ഒരു ചെറിയൊരു ഒടിച്ചിൽ പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തുന്നില്ല. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, വേണമെങ്കിൽ നമുക്കത് മാറ്റണമെങ്കിൽ മാറ്റാം. എന്നാൽ അത്ര മേജർ പ്രോബ്ലം അല്ലാത്തതുകൊണ്ട് ഞാൻ എസ്റ്റിമേറ്റിൽ അത് കാണിക്കുന്നില്ല കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ മാറ്റണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അതനുസരിച്ചിട്ട് എൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണലായിട്ട് പറയാം. പിന്നെ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പ്ലഗ് പുതിയ പ്ലഗ് കിടക്കണേ. ബാക്കിലെ ബ്രേക്ക് ലൈൻഡറൊക്കെ ആയാലും കമ്പനി ലൈൻഡർ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ് നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത്, പുതിയ ലൈൻഡറാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. പുതിയ ഫിൽറ്ററാണ് കിടക്കണം കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യണം. ഗ്രീൻ ബുഷ് ചെറിയൊരു പ്ലേ ഉണ്ട്, അതല്ലാണ്ട് വേറെ പ്രോബ്ലം ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണിക്കുന്നില്ല. ബാറ്ററി നമ്മളൊന്ന് കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്യേണ്ടത്. ബാറ്ററി നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡിലേക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ 8.90 വരെ വരണം. നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ കംപ്ലയിൻ്റ് ആയിട്ട് കാണുന്നില്ല, ഓക്കെയാണ് കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ ഓൾറെഡി കസ്റ്റമർ മേടിച്ചു തന്നതാണ്, മോട്ടോറിൻ്റെ ഓയിലാണ് മേടിച്ചാണ്. അപ്പോൾ അത് നമുക്ക് അത് ഫില്ല് ചെയ്തിടാം. അപ്പോൾ നിലവിൽ ആക്സിലേറ്റർ കേബിൾ ഒഴിച്ച് ബാക്കിയത്തെ വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം. ആ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഇനി ആക്സിലേറ്റർ കേബിൾ മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ദിവസം പറയാം, അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി അഡീഷണൽ പറയാം കേട്ടോ. ബാക്കിയത്തെ പൊല്യൂഷൻ ടെസ്റ്റ് അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ റിമ്മിൻ്റെ കേസൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിമ്മിൻ്റെ സൈഡ്, ഈ സൈഡ് ഒരു എഡ്ജ്, എനിക്കൊന്നും എഡ്ജ് പോയി അടിച്ചതാണ്. ഈ ഭാഗത്ത് ഈ സൈഡ് ചെറിയൊരു ചിലക്ക് വന്നിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ലെവൽ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചിലപ്പോൾ സൈഡ് നല്ല ലീക്ക് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ശരിക്കും എഡ്ജിനകത്ത് അടി കൊണ്ടാണ് ഈ സൈഡ് ചെറിയൊരു ബെൻഡ് ഉണ്ട്. ലെവൽ ചെയ്താൽ മിക്കവാറും ലീക്കായിരിക്കും. ലീക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ട്യൂബ് ഇട്ട് സെറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിലവിൽ ടയർ കിടക്കുന്നത് ട്യൂബ്ലെസ്സാണ്, ട്യൂബ് ഇട്ട് സെറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ റിമ്മ് മാറ്റേണ്ടതായിട്ട് വരും. വലിയ പ്രശ്നമില്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യണമെന്ന് നല്ലത്, കാരണം വെട്ടല കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ടയർ റിമ്മ് ചെയിനോടുത്ത് കൊടുത്താലാണ് കൃത്യമായിട്ട് അറിയുള്ളൂ. ഇപ്പോൾ നമ്മളടിച്ച് ലെവൽ ചെയ്യാൻ നോക്കി ഉറപ്പായിട്ട് ലീക്ക് വരും. പിന്നെ അവർ എന്തെങ്കിലും മാർഗത്തിൽ കൂടെ ചെയ്യെങ്കിലേ ഉള്ളൂ. മേജർ വലിയ പ്രശ്നമില്ലെങ്കിൽ തൽക്കാലം അങ്ങനെ യൂസ് ചെയ്യണമായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ അടിച്ച് ലെവണ സമയത്ത് കൂടുതൽ ലീക്കേജ് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ട്യൂബ്ലെസ് അത് നെക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ട്യൂബ് ഇട്ട് നിറയ്ക്കേണ്ടതായിട്ട് വരും. അതും ഞാൻ എസ്റ്റിമേറ്റിൽ കാണിക്കുന്നില്ല, നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് വെച്ച്.
ലെവൽ ചെയ്യണമെങ്കിൽ ലെവൽ ചെയ്ത് നോക്കാം. പക്ഷേ പ്രോബ്ലം ഇതാണ്, ലീക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്യൂബ് ഇടേണ്ടതായിട്ട് വരും. ഓക്കെ, അതല്ലെങ്കിൽ റിമ്മ് കുറേ കൂടി ഓടുക. അതിന് ശേഷം കുറേ ഈ ലീക്കേജ് കാര്യമായിട്ട് പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ടയർ മാറുന്ന കൂട്ടത്തിൽ റിമ്മടക്കം മാറ്റിക്കളയാനായിരിക്കും നല്ലത്. അപ്പോൾ ട്യൂബ്ലെസ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ട്യൂബ്ലെസ്സിൻ്റെ ഗുണം ട്യൂബ് ഇട്ടാൽ കിട്ടില്ല. ട്യൂബ്ലെസ്സിൻ്റെ ഏറ്റവും ബെറ്റർ നമുക്ക് ട്യൂബ്ലെസ് തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് അയച്ചേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടും, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ.